വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇതെങ്കിലും ഞാനിപ്പോൾ രണ്ട് എപ്പിസോഡ് എടുത്ത് ആ രണ്ട് എപ്പിസോഡ് വിളിക്കാൻ പോയി. രണ്ട് എപ്പിസോഡ് വീടുണ്ടാക്കുന്നുണ്ടെങ്കിൽ രണ്ട് വിളിക്കാൻ പോയി. സങ്കടത്തിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ബട്ട് ഭാഗ്യമില്ലാത്തതുകൊണ്ട് തന്നെ വീടുണ്ടാവുന്ന വീട് ഫുള്ളി അടുത്താണ്. നല്ല അടുത്താണ്. പ്രത്യേകിച്ച് അങ്ങോട്ടേക്ക് പോയി ശരിക്കും പറ്റിയതാണ്. വീടിൻ്റെ ഉള്ളിൽ മനസ്സിലാ ഇതാണ് വീട്. ചെറിയൊരു വീടാണ്, പക്ഷേ പുറത്തുനിന്ന് ചെറിയൊരു ലുക്കെല്ലാം ഉണ്ട്. ഇനി കുറച്ച് ഇന്റീരിയർ വർക്ക്സ് എല്ലാം ചെയ്താൽ വലിയ രസമുണ്ടാവും നമുക്ക് തോന്നുന്നു. ഓക്കെ, ഇതാണ് വീട്. വലിയ സെറ്റിംഗ് ഇതൊന്നുമില്ല. ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നെ ഇയാൾക്ക് വീട് ചെയ്യാനോ കുറച്ച് ഇന്ത്യയിൽ വർക്ക് ചെയ്യണം. അല്ലാണ്ട് വീടിന് ഇങ്ങനെയും അപ്പുറത്ത് നാല് സൈഡിലും ഇത് വെക്കുക. ഒരു പ്ലാങ്കില്ല, പ്ലാങ്ക് ഒരു കാര്യം കൂടി വെക്കുക. അങ്ങനെ ഒരു കാര്യം കൂടി വെച്ചിട്ടാകുമ്പോൾ അതിൽ ഫാൻസ് വെക്കുക. അതിൻ്റെ മേലെ ഒരു ബാക്കിന് മേലെ വെക്കില്ല അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതുണ്ട് ഈ അടിയിൽ ഇവിടെ ഒരു പകുതി തൊട്ടിട്ട് ഇങ്ങനെയാക്കിയിട്ടൊരു പകുതി. അതിൻ്റെ ഈ ഒരു പകുതിയിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ക്യാരറ്റ് ഇടും. മറ്റേ പകുതിയിൽ വീറ്റ് ഇടും. ഇതിൻ്റെ അപ്പുറത്തെ പകുതിയിൽ പിഗിൻ്റെ ഫാം, അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ മറ്റേ ഷീപ്പിൻ്റെ ഫാം നോക്കും. ഷീപ്പിൻ്റെ ഫാമൊക്കെ കുറച്ച് മറ്റിട്ട് വേണം. എന്ത് ഇങ്ങനെ പോയി പറയാം. ഷീപ്പിനെ പറ്റുന്ന തോല് വലിച്ചെടുക്കില്ല. അത് എൻ്റെ സാധനപ്പാവില്ല. പിന്നെ അവർക്ക് ഈ സാധനം കിട്ടിയ വെച്ചാൽ ഞാൻ ഈ വശത്തോട്ടാണ് ഫാം ഉണ്ടാക്കിയത്. ആ ഫാം ഉണ്ടാക്കാൻ പോകുന്നതിനകത്ത് ഈ സാധനത്തിനെ കണ്ടാണ്. ഫാം ഉണ്ടാക്കിയിട്ട് രാത്രിയായിട്ട് വരുന്നതിനകത്ത് ഈ സാധനത്തിനെ കണ്ട് സാധനം ബേക്കിൽ തന്നെ വാങ്ങിച്ചെൻ്റെ വീടിൻ്റെ അടുക്കൽ എത്തി. ഇത് വീടിൻ്റെ അടുക്കുന്ന തച്ചു വന്ന് എൻ്റെ വാള് പോയി ചറ്റ വിട്ട് കുറച്ച് മുട്ടുമ്പോഴത്തേക്ക് ചത്തുപോയി. അങ്ങനെയൊക്കെ അത് കിട്ടി. അത് കിട്ടിയ കുഴപ്പമില്ല. പക്ഷേ നമുക്ക് വേടാമെന്ന് തന്നെ എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഈ പറയുന്ന സമയം കണ്ടോ, ഇത്ത സമയത്തേക്ക് അഥവാ ഞാൻ വില്ലേജിൽ പോയാൽ ഈ നാശം കൊതിച്ച് വില്ലേജിലെത്തും. ഒരു ടൈം ടു ഡേ അത്രയേ പറഞ്ഞില്ല. ടൈം ടു ഡേ അത്രയേ ഉള്ളൂ. അതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. വളരെ ദയനീയമായ അവസ്ഥയാണ്. അപ്പോൾ ഇനിയൊക്കെ വേണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഞാൻ വന്ന് ആ വീട്ടിൽ മൃഗങ്ങളും പോയിട്ട് കാണാം. അതിനോടേക്ക് ഇതെടുത്ത് കയ്യിൽ വെക്കണം. ഓക്കെ, പിന്നെ ഇതും നടാനുള്ള സ്പേസ് ഉണ്ടാവും നമുക്ക് തോന്നില്ല. എന്നാലും എടുത്ത് വെക്കാം നമുക്ക് ആവശ്യം വന്നാലോ. പിന്നെ കിടന്നുറങ്ങിയിട്ട് നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ കുറച്ചും കൂടി ചെയ്യാനുണ്ട്. കുറച്ചും കൂടി വസ്തുവൊക്കെ ചെയ്യാനുണ്ട്. അതും കൂടി ചെയ്തിട്ട് വീട്ടിൽ നടണം. അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. അതാണ് മെയിനായിട്ട് വേണമെങ്കിൽ. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു കേവ് ഉണ്ട്, അതിലും തുള്ളി നോക്കണം. അപ്പം പറഞ്ഞിട്ട് ഇതാക്കണം അല്ലേ. കേവ് പോയത് ഇഷ്ടംപോലെ അടിച്ച് വൃത്തിക്ക് വെച്ചേക്കാം. സൗണ്ട് ഉണ്ട് അല്ലാണ്ട്. ഓക്കെ, അതെല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് കുറച്ച് വെച്ചേക്കാം. ഒക്കെ ഞാൻ വെച്ചാൽ ബാക്കി സാധനങ്ങളെല്ലാം കഴിക്കുന്നുണ്ടാവും. നാളെ പോയിക്കൊണ്ട് എന്ത് വിചാരിച്ചാൽ എന്നും നിൽക്കുന്നുണ്ട്. വെറുതെ എന്തിനാ സാധനം കൊണ്ട് കളയുന്നു. പിന്നെ അവിടെ പോയിട്ട് വെച്ചാൽ ഇമ്പോസിബിൾ ആയിരിക്കും. ഒന്നാൻ വേണ്ടിയാണ് വെക്കുന്നത്. നടക്കും അങ്ങനെ
എൻ്റെ ഈ സാധനമില്ല വേടോവൻ അത് തീർന്നിട്ട് ഞാൻ ഭയങ്കര കുണയിന് പോയി വില്ലേജിലോട്ട് എന്തെങ്കിലും ആയതിന് പോകണമെങ്കിൽ മൂഞ്ചി ഉണ്ടാവുക എല്ലാം കൂടെ വന്നിട്ട് ഇനിയൊക്കെയാ ഇതില്ലേ ഈ മലയില്ലേ മറ്റേ തിരുമല ഇത് ഫുൾ എപ്പോഴെങ്കിലും ഇതാക്കണം പിന്നെ നമ്മൾ ലെവലിലാക്കണം ക്രീപ്പറിനെ പൊട്ടിത്തെറിപ്പിച്ച നല്ല രസമായിക്കൂലേ എടാ ക്രീപ്പർ അമ്മാവാ എന്നെ തൊടണ്ട തൊടാൻ കിട്ടൂല ഞാൻ വേറെ ലെവല്ല സോടി തെറിച്ചിട്ടുണ്ട് ക്രീപ്പർ അമ്മാവിൻ്റെ പണ്ടൊക്കെ ശരിയാണ് വീട്ടിലൊന്നും പൊട്ടിച്ചിട്ടുണ്ടോ അതാ പ്രശ്നം അയ്യോ കുയില് വല്ലേ വല്ല 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 പോ ഹെവിയായിട്ട് ദൈവമാണ് ലൈറ്റോടെ അയ്യോ ക്രീപ്പർ അയ്യോ അയ്യോ ഞാനിപ്പം ചാവേ ഇങ്ങോട്ടൊരു പോയി നോക്കോ അയനുണ്ടെങ്കിൽ വില്ലേജ് പോയിട്ട് വേടവൻ്റെ ആൾക്കാർ നോക്കി തേച്ച് പണി കളയും നോക്കട്ടെ നമുക്ക് അത്യാവശ്യമില്ല സാധനങ്ങൾ മാത്രം കൈയെടുത്ത് വെക്കാം ഫുഡായി കുറച്ച് സീഡ് ഇത് രണ്ടും എടുക്കാം ഇതെടുക്കാം തൽക്കാലം ഇതിന് കൊണ്ട് ടീയിൽ പോവാം മൈൻ കാർഡ് മറ്റേ അതല്ലേ അതിനാണ് അതിന് ഇറക്കമാറ്റി ഇത് കിട്ടുന്നത് എന്നാ പറയാ മറ്റേ ബുക്ക് നോക്കാം ചെയ്തിട്ടില്ലേ നമുക്ക് തരുവാ പോയിട്ട് പറയാം ഫുഡ് കഴിക്കട്ടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു വേർഡ് തുടങ്ങിയാൽ അത് ഇങ്ങനെ തന്നെ വേർഡല്ല ഒരു സാവാറുണ്ടായിരുന്നു അതിലിങ്ങനെ തന്നെ ഞാൻ ഉണ്ടാക്കിയ ഹൗസിൻ്റെ അടുത്ത് ഈ സാധനങ്ങൾ നോക്കി ശല്യപ്പെടുത്തു ഇങ്ങനെ വെറുതെ നാശമാക്കി കാണാൻ തരാൻ തരും ഓക്കെ നമ്മൾ പോലെ കൃഷിയിടത്തിൽ നടാദ്യം ഫോണിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡിലീറ്റ് ആയി എങ്ങനെയാണല്ലോ കുറവ് ഡിലീറ്റ് ആയി അന്നേരം പിന്നെ നമുക്ക് എടുക്കാൻ തോന്നിയില്ല എന്ന് വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ട് മാത്രമില്ലെങ്കിൽ പിന്നെയും ഇടാൻ വിചാരിക്കുന്നു ഇതാ ഡിലീറ്റ് ആയിപ്പോയി അല്ല എഡിറ്റ് ആയിട്ടാണ് ഡിലീറ്റ് ആയിപ്പോയി അതൊക്കെ ഒരു സാധനം മറ്റേ ആശം ഇതിന് കൊല്ലുവാൻ്റെ വേടവും പോയി അങ്ങനെയാ നോക്കി വേടവും പോയി ഇപ്പോൾ ഞാൻ ഇപ്പോൾ നോക്കി അയാൾ കൊല്ലുപറ്റിയ വേടം അങ്ങനെയാണോ അറിയാം എന്നാലും പോയിക്കിട്ട് വാങ്ങി ഇനി ഞാൻ അടുത്തൊന്നുമില്ലല്ലോ ഓക്കെ എന്നാൽ അടുത്ത എപ്പിസോഡ് ആക്കി ഇതിനാക്കാൻ വേഗം
സ്കെൽറ്റൻ്റെ ഫാം കൊണ്ട് XP ഫാമില്ലേ അത് മിക്കവാറും ഉപയോഗിക്കുക. ബൈ ചാൻസസ് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഞാൻ പറയും. കുറച്ച് ഇതാണെന്ത് ഇവിടെ ഇട്ടിട്ട് എല്ലാം ഇരിക്കട്ടെ, എന്തിനാണ് വെറുതെ ഇരുവണ്ണം തോന്നുന്നു. എനിക്ക് ഇരുവണ്ണ ഇപ്പം തന്നെ ഏകദേശം 10 വീഡിയോ ആയി. അത് ലെങ്താക്കാൻ ശ്രമിക്കുകയില്ല. എന്നുവെച്ചാൽ നമുക്ക് ഇടുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. കൂടി പൊട്ടിച്ചൊട്ടിച്ചാകുമ്പോൾ കുറച്ചിതും കൂടി ഉണ്ട്. അതും കൂടി നന്നാക്കുന്നുണ്ട്. തേച്ചാൽ പിന്നെ ഞാൻ നോക്കണ്ടല്ലോ. ഇവിടെ ഇവിടെ വെള്ളമൊക്കെ സെറ്റാവും. ആദ്യമായിട്ട് മുട്ട വരാൻ ഇവിടെയായിട്ട് വെള്ളച്ചുകൊണ്ട് രാത്രി ആകുമ്പോഴത്തേക്ക് നമുക്ക് പല എടുക്കണം. നമുക്ക് വീട് കൊടുക്കാൻ തോന്നുന്നു. അന്നത്തെ ഒരു മൂഞ്ചുണ്ടാവുക അതിനോട് മറ്റേറ്റുമ്പോൾ മൂഞ്ചു പോയിട്ട് വരാൻ ഇന്നത്തെ എപ്പിസോഡിൽ ഇതേ ഇല്ലു. അവിടെ സീനില്ല, വേഗം പോവാം. ഇങ്ങോട്ട് തന്നെയാണോ നേരെ പോയാൽ നമ്മളോടാകും. ഓക്കെ, വീട്ടിലെത്തിണ്ട്. മേൽക്കൂര വഴി ചാടി ഉള്ളോട്ട് കയറാം പറ്റൂല. അതുകൊണ്ട് തന്നെ അതിങ്ങനെ ഇങ്ങനെ കയറി ഇങ്ങോട്ട് പോയി അതിൻ്റെ ഫിനിഷിംഗ് വർക്കല്ലോ. ഞാൻ സ്കെൽറ്റൻ ഫാമാക്കാം. മിക്കവാറും ഇനി അടുത്ത എപ്പിസോഡ് സ്കെൽറ്റൻ ഫാമായിരിക്കും. അഥവാ ഞാൻ മാറ്റണോ അറിയില്ല. പിന്നെ മറ്റേ അമ്മയും മറ്റേതുണ്ടല്ലോ മെയിൻകോട്ട് അതിൽ കയറണമെങ്കിൽ ഇത് വേണം. ഒരു 6 മണിലുണ്ട് അവിടെ പോയിട്ട് കാര്യമില്ല. അവിടെ സ്പൈഡർ എല്ലാം ഉണ്ട്. സ്പൈഡർ നിൽക്കാതെ സ്പൈഡർ സ്പോണാണെന്ന് തോന്നുന്നത്. അയ്യോ അതിനേക്ക് സ്പൈഡർ സ്പോണായിരിക്കാൻ ചാൻസ് നോക്കട്ടെ. ഒന്നിക്കില്ലെങ്കിൽ അടുത്ത എപ്പിസോഡിലതാക്കും, അല്ലെങ്കിൽ വേണം ചെയ്യണം. അല്ലെങ്കിൽ മറ്റേ മെയിൻകോട്ടില്ല. അതിന് ഒരു മെയിൻകോട്ട് തന്നെ അറിയാം. വേറെന്തോ പറയാം, നമുക്ക് ഓർമ്മയില്ല. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ തീരും. അതേ പാടില്ല. അത് ഇന്നലെ ഞങ്ങൾക്ക് കിട്ടിയ സീനല്ല. തീരോ കാട്ടിയാണ് പറയുന്നത്. കിളം പോലത്തെ സീൻ എന്നുവെച്ചാൽ തൊട്ടിപ്പുറത്ത് വില്ലേജിൻ്റെ ഒരു സ്കെൽറ്റൻ സ്പോണർ. ആലോചിച്ചോക്ക്, അതിൻ്റെ റേഞ്ച് ആലോചിച്ചത് നിങ്ങൾ. പിന്നെന്നാ ഉണ്ടല്ലോ പിന്നെ മറ്റേ മെയിൻകോട്ട് അത് എല്ലാ ലൊക്കെയുണ്ട്. ഈ സീരിയൽ അവിടെ നമുക്ക് കണക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ഈ സീരിയൽ ഞാൻ പറയാം. ഈ വീഡിയോ 20 ആളുണ്ടായി ഞാൻ എൻ്റെ സീരിയൽ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിരിക്കും. 20 ആളുണ്ട്. അടുത്ത വീഡിയോയിൽ ആ സീരിയൽ കൊടുത്ത വീഡിയോ അടുത്ത വീഡിയോ സീരിയൽ ഉറപ്പാണ്. മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യണം. അതുകൊണ്ടാണ് പറയാൻ വേണം. എനിക്ക് നിങ്ങൾക്ക് ഈ സീരിയൽ കിട്ടും. ഈ സീരിയൽ നോക്കാനില്ല. അല്ലെങ്കിൽ യൂട്യൂബ് സെർച്ച് ചെയ്യണമെങ്കിൽ ഈ സീഡ് അല്ല ഇത് രാവിലെ സീഡാണ്. അങ്ങനെ എവിടെ നോക്കാനോടാ. എന്നാലും നിങ്ങൾക്ക് എന്തായാലും ചെയ്ത് ഉറപ്പാണ്. പക്ഷെ ആദ്യം ഇതാക്കണം. ഇത് 20 ആളെങ്കിൽ കാണും ഈ വീഡിയോ. ഞാൻ എന്തായാലും ഉറപ്പായും ചെയ്യും. അയ്യോ എൻ്റെ വേറ്റ് പൊട്ടിപ്പോയി. അങ്ങോട്ടേക്ക്
ഇതിലൊട്ടയോടെ ഇത് അറിയാണ്ടായിപ്പോയോടോ. കുഴിച്ചോക്കട്ടെ എൻ്റെ വെച്ചിട്ട് ഇവിടെ ഇരിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഉണ്ടായിരുന്ന ശരിയാവൂല, നടപടി ആവൂലത്. കുഴപ്പമില്ലാതെ നിറവേറ്റാൻ പറ്റില്ല. രണ്ടെണ്ണം പറ്റില്ല സീല. ഇപ്പം തന്നെ 15 വീഡിയോ ആയി. പിന്നെന്നാ കൂടെ നോക്കിയിട്ടാണ് നമുക്ക് വീഡിയോ അതിൻ്റെ ഫാൻസ് 6 കൂടെ അതോടെ നമ്മൾ പൈസ വീഡിയോ പതുക്കിച്ചോട്ടെ. റേറ്റിന് പ്രശ്നം ഉണ്ടാകുന്നില്ല. നമുക്ക് നേരെ വീട്ടിലോട്ട് പോയിട്ട് ഇവിടെ ഇങ്ങോട്ടും തോന്നേ വീട്ടിലോട്ട് പോയിട്ട് നമുക്ക് വീഡിയോ നിർത്താൻ തരും. എന്നുവെച്ചാൽ നമുക്ക് ഞാൻ മൊബൈൽ എടുക്കുന്നതുകൊണ്ട് തന്നെ എന്തായാലും ഒരു ലിമിറ്റിനല്ല. അതുകൊണ്ട് ഇത്രയും വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ വന്നോണ്ടാ. 20 വാച്ചായാൽ 20 വ്യൂവേഴ്സായാൽ ഈ വീടിൻ്റെ സീഡ് അടുത്ത വീഡിയോയിൽ വന്നായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യുന്നത് ബൈ.